ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. രേണുവിൻ്റെ ചാനലിലൂടെ ഇന്നലെ പുറത്തോട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിന് ചെറിയൊരു പോസ്റ്ററാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഈ എൻറ്റയർ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. എനിക്കത് ലാസ്റ്റ് ഒരു 3-4 മാസത്തിലിടയ്ക്ക് 1-2 വീഡിയോസ് മാത്രമേ ഞാൻ അവരുടെ വിഷയമായിട്ട് റിലേറ്റഡ് ആയിട്ട് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നേ നമ്മൾ അവരെ പുറകെ നടന്ന് അവരെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി എങ്ങനെ ഇതൊരു കോണ്ടൻ്റാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ടില്ല എന്നുള്ളതും, പിന്നെ ഉപയോഗിക്കുന്ന ഭാഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാനിവരെ വിഷയം ഇനി സംസാരിക്കേണ്ടി വരില്ല, ഇനി സംസാരിക്കരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ക്യാൻസർ പോലത്തെ ഒരു അസുഖം ഒരാൾക്കും വരുത്തരുത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ പഴയ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള രേണു സുധി വിമർശിക്കാനാണെങ്കിൽ കൂടി നമ്മൾ കണ്ടിട്ടുള്ള രേണു ഇന്നത്തെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് അവർ കഴിഞ്ഞ ദിവസം ഒരു നീല ഡ്രസ്സ് ഇട്ടുള്ള ഒരു വീഡിയോ ചെയ്തു. ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുന്നൊരു വ്യക്തി, ക്യാൻസർ പോലത്തെ ഒരു അസുഖം ആർക്ക് വന്നു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് വന്നപ്പോൾ ഇവർക്ക് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ തടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് ഒന്നും മിണ്ടാതെ കുറച്ചൊരു ആ വീഡിയോ നോക്കിയിരുന്നു. അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ശക്തി, അവർ തിരിച്ചു വരട്ടെ. ഷീ ഷുഡ് കം ബാക്ക്. ഒരു പഴയ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ജീവിതത്തിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ രേണു ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എന്തുകൊണ്ട് ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ, ഈ ഒരുപാട് പേര് രേണുവിനെ എതിർത്ത് സംസാരിച്ചിരുന്നു. എതിർപ്പുകളായിരുന്നല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ. വളരെ കുറച്ച് ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ അവരുടെ ഈ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ, അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത, നമ്മൾ മലയാളികളുടെ പ്രത്യേകത അതാണ്. ഈ അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് അവർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് അവരെ സഹായിച്ചിട്ടുള്ള ഒരുപാട്, അതായത് പണ്ട് സഹായിച്ചിട്ട് അവർ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ KHDC ഫിറോസ്, പിന്നെ ബിഷപ്പ്, ഇതൊക്കെ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികൾ. അതല്ലാതെ ഈ കമൻസിലൂടെയും വീഡിയോ കണ്ടിട്ടൊക്കെ അവരെ എതിർത്തിരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് വന്നു. അതാണ് നമ്മളെ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത. കാരണം ഞങ്ങൾക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിനടിയിൽ ഞാൻ കമൻസ് വായിച്ചപ്പോൾ എനിക്കും സീരിയസ്ലി ഫീൽ ചെയ്തു. ആ വീഡിയോൻ്റെ കമൻസ് വായിച്ച സമയത്ത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരിക്കലും രേണു ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അവരവരുടെ വിഷമം ആണെങ്കിൽ കൂടി ഒരിക്കലും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനൊരു കാര്യം അവർ പറയാൻ പാടില്ലായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കും അത് ദോഷം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബുള്ളിങ് ഏറ്റുവാങ്ങുന്നത് കിച്ചു ആണെന്നുള്ളത്. സത്യത്തിൽ അതല്ല ഉണ്ടായത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്യാൻസർ വന്നതിന് ശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരും, നല്ല രീതിയിൽ അവർ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് വരുന്ന പല ആൾക്കാരും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മനസ്സിലാക്കാൻ കഴിഞ്ഞ ആൾക്കാർ അവരെ തള്ളി പറയുന്ന, അവരെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്നലെ രാത്രി മുതൽ കാണുന്നു. ഈ കിച്ചു എന്നിട്ട് പറഞ്ഞിട്ടുള്ള പയ്യൻ, അവൻ ഒരു ഇൻഡിവിജ്വലാണ്. അവൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ മുന്നോട്ട് പോകുന്നു. പണ്ടും രേണു ആണെന്നുണ്ടെങ്കിലും രേണു ഒരുപാട് പ്രാവശ്യം ഈ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്വന്തം മകൻ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 11-ാം വയസ്സിൽ മുതൽ നോക്കിയിട്ടുള്ള ആ മകനെ പല സമയത്തും അവർ കോണ്ടൻ്റാക്കി മാറ്റിയിരുന്നു. അവൻ ഒഴിഞ്ഞു മാറിയിരുന്നു. അവസാനം അവൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അവൻ വന്നിട്ട് അവൻ അനുഭവിച്ചിട്ടുള്ള ട്രോമയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. ആ ഒരു വീഡിയോ ഇവർക്കെതിരെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അവൻ വായ തുറക്കുന്നില്ല, സംസാരിക്കുന്നില്ല പറഞ്ഞ അവസാനം അവൻ പറയലും, പിന്നെ അവൻ ആ വീട്ടിൽ പോകുന്ന സിറ്റുവേഷനും ഋതപ്പൻ്റെ കേസും ഇതൊക്കെ നമ്മളത് സംസാരിച്ചിരുന്നു കുറച്ച് മുന്നേ. ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞു വരില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പഴയ കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം ഇന്നലെ രേണു ചെയ്തിട്ടുള്ള വീഡിയോ, കിച്ചുവിന് സൈബർ ബുള്ളിങ് ഓൾറെഡി അവിടെ ചെറുതായിട്ട് അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. വളരെ വിരളമായിട്ട് നീ ഒന്ന് അമ്മയെ പോയി കാണുക, ഇത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നീ ഇങ്ങനെ നടക്കാതെ അമ്മയെ പോയി കാണും. ഇവൻ പോയി കണ്ടു എന്നുള്ളതൊന്നും പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഞാൻ അറിയാൻ കഴിഞ്ഞത്, കിച്ചു ഈ അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് ഇവരെ വിളിച്ചിരുന്നു. പക്ഷെ ഇവർ ഫോൺ എടുത്തില്ല. അതിനുശേഷം പിന്നീട് കിച്ചു വീണ്ടും മെസ്സേജ് അയച്ചിരുന്നു. അതിനെന്തോ ഒരു റിപ്ലൈ വന്നു. അതത്ര സുഖമുള്ള റിപ്ലൈ ആയിരുന്നില്ല. അതിനുശേഷം എന്തൊക്കെയോ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കാരണം അവൻ പോയിട്ടില്ല, അവൻ പോകാനിരിക്കുകയാണ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചില ആൾക്കാരോട് സംസാരിച്ച സമയത്ത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവൻ ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ സൈബർ ബുള്ളിങ് ഇവരുണ്ട് കിട്ടിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഫസ്റ്റ് തന്നെ വിചാരിച്ചു ഈ ചെക്കന് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നല്ല. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇത് ഇവർക്ക് ബാക്ക് ഫയർ ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ടുള്ളത്. ഞാൻ
വായിച്ചതിൽ ഒരുപാട് ഒരു 30-30ഓളം കമൻസ് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ ടോപ്പ് കമൻസ് കംപ്ലീറ്റ് രേണുവിനെതിരാണ്. രേണുവിനെതിരെ 1000 കമൻസോളം ഉണ്ട്. ഈ കമൻസ് കംപ്ലീറ്റ് രേണുവിനെതിരെ. രേണുവിന് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ നമ്മൾ പറയാൻ? എനിക്ക് ഇങ്ങനത്തെ അസുഖം വന്നിരിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നതിന് വിഷമമുണ്ട്. ഞാൻ ആ വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഒന്ന് പ്ലേ ചെയ്യാം. ക്യാൻസർ രോഗികളുടെ വൈസ്റ്റാൻസേഴ്സ് അങ്ങനല്ലേ പറയുന്നത്, അവരോട് ഞങ്ങൾ മാറി നിൽക്കാൻ പറയത്തില്ല. കാരണം ഈ ഒരു ക്യാൻസർ വാർഡിൽ ഞങ്ങൾ അവരെ ഒന്നും വേറെ ജസ്റ്റെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയത്തില്ല. വഴക്കല്ല, മാറി നിൽക്ക്, രണ്ടുപേര് നിൽക്കുക, ഞങ്ങൾ പറയത്തില്ല. കാരണം അതാണ് ക്യാൻസർ രോഗം. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ അതറിയത്തില്ല. ഇന്നലെ ഞാനത് അനുഭവിച്ചു. ഞാൻ ഇന്നലെ ക്യാൻസർ വാർഡിൽ ചെന്നു. നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ എന്ത് കണ്ടിട്ടാണ് കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം മതി നമുക്ക് രോഗം പറയാം, പക്ഷെ ദൈവത്തെ സത്യമാണ് കേട്ടോ. ഒരാൾ പോലും ഇവർക്ക് ഇങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനതാ പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഇവർ തിരിച്ചു വരട്ടെ, വളരെ ദൈവം ഇതിന് ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. ആർക്കും ഈ രോഗം വരുത്തരുതെന്ന് മാത്രമേ ഉള്ള പ്രാർത്ഥന. എൻ്റെ ശത്രുക്കൾക്ക് പോലും, പിതാവേ എൻ്റെ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരുത്തരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കിയ ദൈവത്തെ എവിടെ ചെന്നാലും, ഷൂട്ടാണെങ്കിലും എനിക്കിനിയും കിട്ടുന്ന എന്ത് പ്രോഗ്രാം ആണെങ്കിലും ദൈവത്തെ ഒരു നിമിഷം മഹത്വപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റാൽ ഈ ക്യാൻസർ രോഗം എന്നെ വിട്ട് മാറിയാൽ ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചിട്ടില്ല, ചിരിച്ചു കാണുന്നില്ല അതിൻ്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത് എന്നാണ് സമയത്ത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യം വളരെ വളരെ പേഴ്സണലായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ മുന്നേ ഒന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ആ പയ്യതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇപ്പം പറയുന്ന ഈ ഒരു ഡയലോഗ് തന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഒരാളെ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ച് പറയില്ല. പക്ഷെ എന്നാലും ഈ 11 വയസ്സ് മുതൽ നോക്കിയപ്പോൾ കിച്ചു എന്നുള്ളൊരു വാക്ക് പറയാം. അവിടെയും കൂടി ആ ഒരു നോക്കിയതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ഈ പയ്യനെ കടുത്ത സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. അവൻ വരാനിരിക്കുന്ന ഒരു സിറ്റുവേഷനാണെന്ന് മനസ്സിലാവുന്നു. അവൻ വരാതിരിക്കുക, അത് അവൻ്റെ ഇഷ്ടം. അവൻ പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഇവരായിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അവൻ നിർബന്ധമായിട്ടും ഇവരെ പോയി കാണണം. അതിൽ യാതൊരുവിധ എക്സ്ക്യൂസില്ല. ഞാൻ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇവന് അത്രയും മാനസിക പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് അവൻ്റെ കാര്യങ്ങൾ അറിയില്ല. അവന് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ. എന്താണ് അവൻ്റെ സ്ഥിതി എന്ന് അവന് പേഴ്സണലി അവനെ അറിയുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അപ്പോഴും ഞാൻ പറയുന്നു, അസുഖം, ഇതുപോലത്തെ ഒരു അസുഖം പുറത്തുള്ള ഒരാൾക്കല്ലല്ലോ വന്നിട്ടുള്ളത്, സ്വന്തം അമ്മയ്ക്കല്ലേ. അപ്പോൾ പോയി കാണണം. പക്ഷെ പോയി കാണാതിരിക്കാൻ അവൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ബി. പക്ഷെ അതിൻ്റെ ഒരു ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു യൂട്യൂബ് വീഡിയോയിൽ രേണു വന്ന് പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. കാരണം ഇതൊരിക്കലും രേണു പറയാൻ പാടില്ലായിരുന്നു. അത് അവർക്ക് തന്നെ ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്തു. ആക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കണ്ടോ. നിങ്ങൾ വിവാദമാക്കരുതെന്ന് പറയുന്ന സമയത്ത് ആ ചെക്കനെടുത്തിടുകയാണല്ലോ വെറുതെ. എന്തൊരു കഷ്ടമാണ്. എനിക്ക് ഋതപ്പൻ എന്നെ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ യു വോണ്ട് ടു ട്രിഗർ പീപ്പിൾ, ആൾക്കാരെ ട്രിഗർ. പക്ഷെ അതല്ലല്ലോ ഉണ്ടായത്. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്നു. പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതിക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പിന്നെ അപ്പുറത്തെ തിരുമേനി
തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി. അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും അടുത്ത ഏത് അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു, രേണു നിങ്ങളിപ്പോൾ ഇങ്ങനൊരു വിവാദം തന്നെയാണ്. ഇങ്ങനെ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒഴിവാവാമായിരുന്നു കേട്ടോ ഈ ഒരു വിഷയത്തിൽ നിന്ന്. ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സ് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇതിൻ്റെ കമൻറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ. അവനെ അത്രയും മാനസികമായി വിഷമിപ്പിച്ചിട്ടും നീയും നിൻ്റെ വീട്ടുകാരും അതുപോലെ ഒരു അസുഖം വന്നിട്ടും അവനെക്കുറിച്ച് പരാതി സോഷ്യൽ മീഡിയയിൽ കൂടെ പറയണമെങ്കിൽ രേണുവിൻ്റെ മനസ്സിൽ അവനോട് അത്രയും ദേഷ്യം ഉണ്ടായിട്ടാണ്. ഋതപ്പനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായി പറയുമായിരുന്നോ? കിച്ചു എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അവനെ ഇനിയും ഡിപ്രഷനിലേക്ക് തള്ളിവിടരുത്. അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള പോലെ തന്നെ അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് അമ്മമാരെ അവന് സപ്പോർട്ടായിട്ടുണ്ട്. കാരണം അവൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അവൻ സോഷ്യൽ മീഡിയയിൽ അന്ന് വന്ന് പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ ലൈഫ് സ്റ്റോറി, അവൻ്റെ ജീവിതത്തിലുള്ള കാര്യം ശരിയാണ്. 15-ാമത്തെ വയസ്സിൽ ബാക്കിയുള്ള അവൻ്റെ അമ്മമാരൊക്കെ ഒഴിവാക്കിയിട്ട് പോയ സമയത്ത് അവനെ നോക്കിയ ആൾ തന്നെയാണ്. അത് ഉണ്ട്, അത് അവൻ നിർബന്ധമായിട്ട് അവൻ വന്ന് കാണണം. അത് തെറ്റന്നെയാണ്, അത് ഞാൻ എവിടെയും പറയും. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൂടെ അല്ല വിളിച്ച് പറയാം. നിങ്ങൾക്കൊക്കെ പരസ്പരം ഇതുപോലത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാലോ. എന്തിനാ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞിട്ട് സൈബർ ബുള്ളിങ് എന്തൊരു സൈബർ ബുള്ളിങ് നേരിടുന്നു ആൾക്കാർ ഇത് പറയുന്നു പറഞ്ഞാൽ പിന്നെ എന്തായാലും ആൾക്കാർ പറയാതിരിക്കും. അസുഖം വന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു. ഈ അവസ്ഥയിലും കിച്ചുവിനെ ഇങ്ങനെ കുറ്റം പറയേണ്ടിയിരുന്നില്ല. ഇതാണ് ഒരുവിധം എല്ലാവരും പറയുന്നത്. സഹതാപം തോന്നിയിരുന്നു, എന്നാൽ ഈ കിടപ്പിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് കൊടുക്കുന്നു. അത് വേണ്ടായിരുന്നു. നല്ല അമ്മ ആണെങ്കിൽ കിച്ചുവിനെ അങ്ങോട്ട് വിളിച്ചേനെ, പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയില്ലായിരുന്നു വേഗം സുഖമാകട്ടെ. കറക്റ്റാണ്, ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അസുഖത്തിൻ്റെ തീവ്രതയും അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. രേണു കിച്ചുവിനെ ഒന്നും പറയണ്ട, അതാണ് നല്ലത്. എല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയതാ, കളയണ്ട. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരിക്കലും എല്ലാവരും ഒന്ന് നിങ്ങളെ ഇഷ്ടപ്പെട്ട് വന്നിരുന്നായിരുന്നു. അത് ഇതാക്കണ്ടാതെ. രേണു നിന്നോട് കിച്ചുവിനൊരു വെറുപ്പും ഉണ്ടാകില്ല. പക്ഷെ നീ ചെയ്ത വേഷങ്ങൾ പോട്ടെ, പഴയ കാര്യമാണ്. ഞാൻ കിച്ചുവിൻ്റെ കൂടെയാണ്. അവന് അത്രയ്ക്ക് മാനസിക വിഷമം ഉണ്ടാവും. അങ്ങനെയായിട്ടും ആ കൊച്ചിനെ കുറ്റം പറയാൻ ഒരിക്കലും ഇത് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വയ്യാതെ കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടെ. അസുഖം വന്ന ടൈമിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വണ്ണം നീ ആ മോനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ കൊച്ച് എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. എന്തിനും അതിനെ ഇവിടെ വന്ന് കുറ്റം പറയും. നിങ്ങൾ എന്തിനാ കിച്ചുവിനെ കുറ്റം പറയുന്നത്? അവന് സൗകര്യമുണ്ടെങ്കിൽ വരും. അവന് ഇതിന് ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മോളും കിച്ചുവിനെ കുറ്റം പറയും. ഇനി ഓക്കെ, ഇതൊക്കെയാണ് കമൻസുള്ളത്. ഇനി ഒരു കാര്യം ഫൈനലായിട്ട് ഈ ഒരു വിഷയത്തിലൊരു കാര്യം കൂടി പറയണം. 2 കാര്യം കൂടി പറയട്ടെ. ഇനിയിപ്പോൾ കിച്ചു വരിക എന്ന് വിചാരിക്കുക, അവനൊരു പേഴ്സണൽ സ്പേസ്, അവൻ്റെ അമ്മ എന്ന് വിളിച്ചിട്ടുള്ള 11-ാമത്തെ വയസ്സിൽ അമ്മ എന്ന് വിളിച്ചിട്ടുള്ള അമ്മേനെ ഈ ഒരു അവസ്ഥയിൽ അമ്മേനെ കാണാൻ പറ്റുന്നൊരവസ്ഥയാണ്. അവൻ വരിക എന്ന് വിചാരിക്കുക. അവനൊരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ കൊടുക്കുമോ? എൻ്റെ ചോദ്യം അതാണ്. അവനൊരു പേഴ്സണൽ സ്പേസ്, അതായത് മീഡിയ ഇല്ലാത്ത ഒരു സമയം, മീഡിയ ഇല്ലാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേർദറായിട്ട് ചർച്ചകൾ വരാത്ത ഒരു സമയം അവനുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവനെ നിങ്ങളെ വന്ന് കാണാൻ പറ്റൂ, ഈ രേണുവിനെ വന്ന് കാണാൻ പറ്റൂ. എൻ്റെ സംശയമാണ് കേട്ടോ. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സായിയുടെ വീഡിയോ ഉണ്ട്. സായി തന്നെ പറഞ്ഞു എനിക്കത് പബ്ലിക്കാക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ രേണുവാണ് മീഡിയനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അല്ല, അതൊക്കെ വേറെ വിഷയമാണ്. സായിയുടെ വിഷയത്തിലൊരു കാര്യം പറയട്ടെ, അത്രയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവനെ തെറി പറയേണ്ട ഒരു കാര്യമില്ല. അവൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇറ്റ് ഇസ് അപ് ടു ഹിം. അത് എന്ത് വ്യാഖ്യാനം കൊടുത്താലും ഞാൻ ഇത്ര വീഡിയോസ് ചെയ്തു അതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിലും അവൻ ചെയ്തിട്ടുള്ള കാര്യം വേറെ ആരും ചെയ്തിട്ടില്ല. വെരി ഗുഡ്. അവൻ എവിടെയൊക്കെ ചാരിറ്റി ചെയ്യുന്നത് എവിടെ ചെയ്യുന്നതൊന്നും നോക്കേണ്ട കാര്യമില്ല. പല ആൾക്കാരും വളരെ മോശമായിട്ടൊക്കെ ഈ ചങ്ങായിനെ പറഞ്ഞു കേട്ടു. എന്താ അതിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ ആൾക്കാരൊന്നും നയാ പൈസ ഇതൊന്നും സഹായിച്ചിട്ടല്ല, കുറ്റം പറഞ്ഞിട്ട് തന്നെയാണ്. എത്രയും കമൻസിലൊക്കെ ഒരുപാട് പേര് പിന്നെ കുറ്റം പറയുന്നത് കേട്ടു. പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ബിഗ് ബോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ സപ്പോർട്ട് ദിസ് ഗൈ. കാരണം അവൻ്റെ ഇഷ്ടമാണ് അവനെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ അത് വേറൊരു വിഷയം. ഈ ഒരു കാര്യത്തിൽ ഇത്ര മാത്രമേ പറയുന്നു. കിച്ചു ഇനി വരാൻ തീരുമാനിച്ചാൽ തന്നെ മീഡിയയുടെ പ്രസൻസ് അവന് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ വിളിച്ച് പറയില്ലേ? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീഡിയ ചാനൽസിനെ നിങ്ങൾ വിളിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ കോണ്ടന്റ് ഉണ്ടാക്കില്ലേ? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ഇവരുടെ അസുഖത്തിൽ നമുക്ക് വിഷമമുണ്ട്. തിരിച്ചു വരട്ടെ, നല്ലൊരു കാര്യം. തിരിച്ചു വരട്ടെ. ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടൊരു കുടുംബം പോലെ സാധാരണ അമ്മയും മക്കളൊക്കെ ജീവിക്കുന്ന പോലെ കാണാൻ തന്നെ നമുക്ക് ആഗ്രഹം. വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കാനൊരു താല്പര്യം. തിരിച്ചു വന്നിട്ട് അവർ നല്ല രീതിയിൽ ഇപ്പോൾ വ്ളോഗാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. കോൺട്രവേഴ്സീസ് വേണ്ടല്ലോ.
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, മറ്റുള്ളവർ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും പറഞ്ഞ് കുറ്റപ്പെടുത്തല്ല, നീ കുറ്റപ്പെടുത്തുകയാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ഞാൻ ഒരിക്കലും അത് ചെയ്യല്ല. ഇതുപോലത്തെ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ, അവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യും. ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാതിരിക്കില്ല. മറ്റുള്ള കേസുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇതിലും ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നും ഇവരെ കുറ്റം പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അനാവശ്യമായിട്ട് ഇതുപോലത്തെ കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പറയരുത് പ്ലീസ്. ഇതുപോലത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. ഇപ്പം ചെയ്തത് തെറ്റായിപ്പോയി. ഇപ്പോൾ ആ പയ്യൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ഇത് എടുത്തിട്ട് തെറ്റായിപ്പോയി എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എളിമയോടുകൂടി പറയുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും ചെയ്തതല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ട് മാത്രം പറയുന്നു. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. അവരെ കുറ്റം പറയരുത് കേട്ടോ. ദയവേദി നിങ്ങളുടെ കമൻറ്റ് ബോക്സിനോട് കമൻസിൽ കമൻറ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത്, പ്ലീസ് അവർ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരും പറയാതിരിക്കുക. അസുഖം ആർക്കും വരാം, അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.